കഴിഞ്ഞ ദിവസമൊക്കെ കാണാനൊക്കെ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയിട്ട് ഇരുന്ന് ധ്യാനിക്കാൻ സ്ഥലമില്ല, വെറുതെ തറയിൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഷെഡ് കെട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം ഷെഡ് കെട്ടാൻ ഇനി നാളെ ഇതിനിടയ്ക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. ശിവലിംഗം വയ്ക്കുമ്പോഴത്തേക്ക് പോറ്റി അതിൻ്റെ ഉയര ഇതൊക്കെ അഭിഷേകങ്ങളും പൂജകളൊക്കെ ഉണ്ട് ഒരുപാട്. പ്രതിഷ്ഠ കൊണ്ടുവരുമ്പം അത് പോറ്റിക്ക് കാര്യങ്ങൾ അറിയാവും. അങ്ങനെ പടി കെട്ടണം ഇതിൻ്റെ ഉയര കയറാനൊക്കെ. അങ്ങനെ നാളെ മേശിരി വരും ഇതിൻ്റെ ബാക്കി ജോലി കൂടി ചെയ്യാൻ. അപ്പം നാളെ കമ്മിറ്റി ഞായറാഴ്ച കൂടുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നാളെ നിന്ന് ചെയ്യാന്നുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് മോൻ ആശുപത്രി പോയത്. അപ്പൊ ഈ സമാധി സ്ഥലത്തിന് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കാൻ പോവുകയാണ്. ഞായറാഴ്ച എന്തൊക്കെ വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് മയിലാടിയിൽ നിന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം. അപ്പൊ ഇതിന്റെ ചെലവൊക്കെ വലിയ എമൗണ്ട് ആകത്തില്ലേ? ഞങ്ങൾ 2 പശു നിന്നതിനെ കൊടുത്തു. അപ്പം ഞങ്ങൾ പശുവിന്റെ വരവ് വെച്ചാണ് ചിലവൊക്കെ. മരുമോള് വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ആയപ്പം പശുവിനെ വേറെ പാർട്ടിയെ അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങേര് കൊണ്ട് അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പം ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നു. പശുവിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് കൊടുത്തത്. അപ്പൊ ഇവിടുത്തെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസംഘത്തിലായിരിക്കുന്നത്. സന്തകം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടി തന്നെ. എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഒരു പശു ഉണ്ട്, ആ പയ്യന്റെ ഭാഗത്ത് അവർ നോക്ക തന്നെ അത് കറക്കണ പശുവാണ്. അപ്പൊ ആ പൈസ വെച്ചാണ് ഞങ്ങൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു പശു കൂടെ ഉണ്ട്. ഇനി ഉണ്ട്, അവിടെ നിൽക്കണം. ഇനി കൊണ്ടുവന്നില്ല. അതിനെ കൊടുക്കാൻ പോവാണോ? അത് ഇനി കൊടുത്താൽ നമ്മളാരും കഷ്ടമാവും. അതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന്. പിന്നെ സനന്ദന്റെ വരുമാനമൊക്കെ വളരെ മോശം. അവനും കുടുംബമല്ലേ. അപ്പൊ ഈ പിന്തുണയായിട്ട് വന്ന ഈ സംഘടനകളൊന്നും നമുക്ക് അങ്ങനെ തരൂലെന്നല്ല. അവർ ഇത്തിരി കുറെ പൈസയൊക്കെ ചിലവാക്കി ഈ സമാധി വീടൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാൾ തരൂന്ന് കാത്തിരുന്ന തന്നിട്ടല്ലേ തന്നെന്ന് പറയാൻ പറ്റൂ. നമ്മള് വാഗ്ദാനൊന്നും പറഞ്ഞല്ലല്ലോ അവര് നിക്കണേ. അവരും മനുഷ്യനല്ലേ, അവർക്കും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നാര് തരട്ട് ഭഗവാൻ തരുമെന്നുള്ള ഒരു ഉറപ്പാണ് നമ്മള്. ഇപ്പൊ 2 പശുവിനെ കൊടുത്തു. ഒന്ന് കൊടുത്തു. ഇനി ഒരു പശു കൂടെ ഉണ്ട്, അതും കറക്കണതാണ്. അപ്പൊ ഈ ആദ്യത്തെ പശുവിനെ വിറ്റതിന്റെ പൈസ മുഴുവൻ ഈ ശിവലിംഗം വാങ്ങാനായിട്ട് മയിലാടിയിൽ കൊടുത്തു. എല്ലാം കൊടുത്തില്ല, ഇനി ഇത്ര പോലും പൈസ ഉണ്ട്. അത് ഇനി ഇടയ്ക്കുള്ള ചെലവുകൾ. പിന്നെ കമുവൊക്കെ മുറിക്കുമ്പോഴും ഞങ്ങളെ ഭാഗത്തേനും ഉണ്ട് കമു മുറിക്കാനും. പിന്നെ നാളെ ജോലിക്ക് മേശിരി വരുമ്പം മേശിരി കൊടുക്കാനും അതിലുള്ള പൈസ ഇരിക്കുന്നു. തുടർന്ന് നമ്മുടെ ബുദ്ധിമുട്ട് കറണ്ട് ബില്ലടയ്ക്കണം. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് നോക്കുകയാണ്. യാതുവരെ നിൽക്കും, യാതുവരെ പോകുന്ന നമുക്ക് ഒന്നും ഒരു ഉറപ്പായില്ല.